മരണം എളുപ്പമാകണോ? മരണം വളരെ ലാഘവത്തോടെ ചിരിച്ചു പുഞ്ചിരിച്ച് സന്തോഷത്തോടെ മരിച്ചു പോകണോ? സ്വർഗം കണ്ട് മരിക്കണോ? മൻ സല്ലൽ ഫജ്റ ഹാന അലൈഹി മൗതുഹു വഗുസ്സതുഹു ഔ കമാ ഖാല അലൈഹിസ്സലാം. ഒന്നാമത്തെ കടമ്പ കടക്കാൻ നബി തങ്ങൾ പറഞ്ഞ പരിഹാരം, ആരാണോ ഫജ്ർ നമസ്കാരം നിലനിർത്തുന്നത്, സുബ്ഹി നമസ്കാരം നിലനിർത്തുന്നത്, അവന്റെ മരണം വളരെ എളുപ്പമായിരിക്കും. സന്തോഷത്തോടെ ഈ ദുനിയാവിൽ നിന്ന് അവൻ വിരമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്, ആരാണോ ആ ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ സല്ലൽ ളുഹ്റ ഹാന അലൈഹിൽ ഖബ്റു വശിദ്ദതുഹു വളീഖുഹു. ളുഹ്ർ നമസ്കാരം മുടക്കരുത്, ളുഹ്ർ നമസ്കാരം ഒഴിവാക്കരുത്. ആ ളുഹ്ർ നമസ്കാരം ആരാണോ നിലനിർത്തുന്നത്, അവരെ ഖബർ ഞെരുക്കുകയില്ല, അവരെ ഖബർ പേടിപ്പിക്കുകയില്ല, അവരെ ഖബർ വേദനിപ്പിക്കുകയില്ല. ആദരവായ ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സല്ലൽ അസ്റ ഹാന അലൈഹി സുആലു മുൻകരിൻ വനകീരിൻ വഹൈബതുഹുമാ. ആരാണോ അസ്ർ നമസ്കാരം നിലനിർത്തുന്നത്, ഷോപ്പിംഗിന്റെ സമയമാണ്, ഷോപ്പിംഗിന്റെ സമയമാണ്. എന്റെ പൊന്നുപങ്ങളെ, ഖളാ ആക്കരുത് കേട്ടോ. പരിശുദ്ധ റമദാൻ വരികയാണ്. ഷോപ്പിംഗിന് വേണ്ടി അസ്ർ നമസ്കാരം നിങ്ങൾ ഖളാ ആക്കിയാൽ മുൻകറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, യുവാക്കളെ, യുവതികളെ, കോളേജിൽ നിന്ന് വരുമ്പോ, സ്കൂളിൽ നിന്ന് വരുമ്പോ അസ്ർ ഖളാ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി നമസ്കരിക്കണേ. ആ ഖബറിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ അതിന്റെ വേദനയിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, പിടുത്തത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ അസ്ർ നമസ്കാരമല്ലാതെ മറ്റു പരിഹാരമില്ല. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരുടെ മീസാനിൽ ഭാരം കൂടണോ, മൻ സല്ലൽ മഗ്രിബ ഹാന അലൈഹി മീസാനുഹു വഖിഫതുഹു. ആരാണോ മഗ്രിബ് നമസ്കാരം നിലനിർത്തുന്നത്, അവന്റെ മീസാനിൽ നന്മയുടെ മുൻതൂക്കം ഉണ്ടാകുമത്രേ. ആരാണോ ഇശാ നമസ്കാരം നിലനിർത്തുന്നത്, ഹാന അലൈഹി സിറാത്തു വദിഖതുഹു. അവന്റെ സിറാത്ത് എന്ന പാലത്തിലൂടെ വളരെ വേഗത്തിൽ, മിന്നത്തിൽ അവൻ സ്വർഗ്ഗത്തിൽ എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 വഖ്ത് നമസ്കാരം നിലനിർത്തുന്നവർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക.